നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് വീട്ടിൽ തന്നെയാണ്. പല ആളുകളും ജോലി നഷ്ടപ്പെട്ട് അതല്ലെങ്കിൽ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വരുമാനം നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളൊരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് നമ്മളോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസരം എനിക്ക് പ്രയോജനപ്പെടുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ പല ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനായ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ അവസരം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, ഈ അവസരത്തിലൂടെ ഇന്ന് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ബെന്നി സാറാണ്, ബെന്നി എസ്താഖ് സാറാണ്. ഒരുപക്ഷെ ഈ അവസരത്തില് ഈ ബിസിനസിന്റെ ലെജൻഡ് എന്ന് ഞങ്ങൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെയും ബഹുമാനായ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവസരമാണെന്ന ആ ഒരു ഗൗരവത്തോടു കൂടി എല്ലാവരും ശ്രമിക്കുക. കേട്ട് പഠിച്ചതിന് ശേഷം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ മാത്രം അതിനെ ഹൃദയത്തോട് ചേർക്കുക, സ്വീകരിക്കുക. അതല്ലെങ്കിൽ വിട്ടുകളയാം. ഏതായാലും ഇന്ന് ഈ അവസരം നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ ഈ അവസരം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ബെന്നി സാറിനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബെന്നി സാർ, പ്ലീസ്. നമസ്കാരം. താങ്ക് യു സജി സാർ. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ, ഓഡിബിൾ ആണ് സാർ, ഓഡിബിൾ ആണ്. നമസ്കാരം. എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. പേര് ബെന്നി എന്നാണ്. സ്വദേശം ആലപ്പുഴയിലാണ്. 1997 മുതൽ കേരള പോലീസ് സർവീസിലായിരുന്നു. വളരെ യാദൃശ്യമായിട്ട് 2.25 വർഷക്കാലം, ഏകദേശം 3 വർഷക്കാലത്തോളം ആകുന്നു, എൻ്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ പ്രോജക്റ്റ് 2.25-3 വർഷക്കാലം മുമ്പ് ഈ കമ്പനിയുടെ ചെയർമാനിൽ നിന്ന് നേരിട്ട് കേൾക്കാനും ഈ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാനും കഴിഞ്ഞ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 2 മാസക്കാലം കേരള പോലീസിൽ 62,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ജോലി പാർട്ട് ടൈമായി ചെയ്യുകയും ജോലിയോടൊപ്പം പാർട്ട് ടൈമായി ബിസിനസ് ചെയ്യുകയും തുടർന്ന് ആ ജോലി രാജിവെച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഫുൾ ടൈം കരിയറായി, ഒരു ലൈഫ് ടൈം കരിയറായി ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തു വരികയാണ്. എന്തായിരുന്നാലും ഒരു ബന്ധുവിൻ്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്നേഹനിർഭരമായ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോജക്റ്റ് എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു പക്ഷേ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതി നിരവധി തിരക്കുകളും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഒരു പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മുഴുവൻ വ്യക്തികളെയും ഇന്ന് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ഗ്രേറ്റ് ഓർഗനൈസേഷൻ ടീം മെറിഡിയൻ ഇന്റർനാഷണലിന് വേണ്ടി നിങ്ങളെ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ കൂടി മാന്യമായി അധ്വാനിച്ച് നല്ല വരുമാനം കണ്ടെത്തി നല്ല ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു വിളിച്ചിട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് കേൾക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിൽ പല ആളുകളും അതിനൊന്നും വലിയ താല്പര്യം കാണിക്കില്ല. ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ ജീവിക്കാൻ ഒരു തൊഴിലുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വരുമാനമുണ്ട്, ഞാൻ മാന്യമായ രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എനിക്ക് പുതിയ ബിസിനസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ചില ആളുകൾ ചിന്തിക്കുന്നത് ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വലിയ മുതൽ മുടക്കും വലിയ റിസ്ക് ഫാക്ടറുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ അതിനൊന്നും വില കൽപ്പിക്കാൻ സാധ്യതയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, മുതൽ മുടക്കാൻ പല ആളുകളുടെയും പണമില്ല. കാരണം കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മളെല്ലാവരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ലോകം മുഴുവനുള്ള ആളുകൾ. ഇനി അഥവാ പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകളല്ല, ഞാനും നിങ്ങളും അടക്കം.
എന്തായാലും ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ, 2 കാര്യങ്ങൾ ഞാൻ ഉറപ്പു തരാം. ഈ പ്രോജക്റ്റ് നിങ്ങൾ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കേട്ടതിന് ശേഷം ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല എന്നാണ് നിങ്ങളുടെ ബുദ്ധിക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളെ ആരും നിർബന്ധിക്കാൻ നിങ്ങളുടെ വീട്ടുപടിക്കലോ നിങ്ങളുടെ ഫോൺ കോളിലേക്കോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരില്ല. ഒരു കാരണവശാലും ഞങ്ങൾ ആരും തന്നെ നിങ്ങളെ നിർബന്ധിക്കില്ല. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് നിങ്ങളുടെ ബുദ്ധിക്ക് തോന്നുന്നെങ്കിൽ മാത്രം ഈ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. 2, ഇനി അഥവാ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ മുതൽ മുടക്കും ഇവിടെ ഉണ്ടായിരിക്കില്ല. യാതൊരുവിധ മുതൽ മുടക്കുമില്ലാതെ, റിസ്ക് ഫാക്ടർ ഇല്ലാതെ ഏത് വ്യക്തിക്കും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന കമ്പനിയെ ഞാനിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ അവസരം നമുക്ക് തരുന്ന കമ്പനിയുടെ പേര് ഫിജികാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇവർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ വേ ഓഫ് ഷോപ്പിംഗ് ആണ് ചെയ്യുന്നത്. എന്താണ് ഫിസിക്കൽ ഷോപ്പിംഗ്, എന്താണ് ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് നിങ്ങൾക്കറിയാം. കടയിൽ വെച്ച് സാധനങ്ങൾ വിറ്റഴിക്കുന്ന ബിസിനസ് സമ്പ്രദായത്തിനെ ഫിസിക്കൽ ഷോപ്പിംഗ് എന്നും, ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ, അലിബാബ പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുന്ന പ്രക്രിയയെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും പറയും. ഇത് രണ്ടും നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഈ 2 മാർഗങ്ങളിലും ചില പോരായ്മകളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ലുലു മാളിൽ പോലും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് മനസ്സിലാക്കാനോ ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനോ കഴിയില്ല. അവർക്ക് ഫിസിക്കൽ ഷോപ്പ് മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വെബ്സൈറ്റായ alibaba.com-ലും amazon.com-ലും ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. പക്ഷെ ഒരു പ്രോഡക്റ്റ് പോലും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനോ ഇട്ടു നോക്കാനോ ഉപയോഗിച്ച് നോക്കാനോ രുചിച്ച് നോക്കാനോ കഴിയില്ല. മൊബൈൽ സ്ക്രീനിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത സാധനം വരുത്തി ഉപയോഗിക്കാം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ഫിസിക്കൽ ഷോപ്പിന്റെ സഹായത്തോടെയും ഓൺലൈൻ വെബ്സൈറ്റിന്റെ സഹായത്തോടെയും ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ എന്ന ആശയം പ്രചരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പനിയാണ് ഫിജികാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിക്ക് കേരളത്തിനകത്തും പുറത്തുമായ 50-ൽ പരം പിക്കപ്പ് സെന്ററുകൾ ലൈവായിട്ട് ഫിസിക്കലി നമ്മൾ നടത്തുന്നുണ്ട്. കൂടാതെ 5ഓളം സൂപ്പർ മാർക്കറ്റുകൾ, ഏത് പ്രൊഡക്റ്റുകളും നമുക്ക് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നേരിട്ട് പോയി മേടിക്കാനും, ഇനി ആ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലോ ബെഡ്റൂമിലോ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാനും ഓർഡർ ചെയ്താൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തിക്കാനും കഴിയുന്ന ഒരു സമ്പ്രദായമാണ് ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ ജേർണി ആരംഭിക്കുന്നത് 2010-ലാണ്. സ്പൈസ് ജാർ എന്ന് പറഞ്ഞ കമ്പനിയിലൂടെ ഇവരുടെ ബിസിനസ് തുടങ്ങി. 2015 ആയപ്പോൾ ദുബൈയിലുള്ള സഫീന ബൈ എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് ടൈപ്പ് ആവുന്നു. തുടർന്ന് 2016 ഒക്ടോബർ 2-നാണ് UAE-ൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1 വർഷം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം അവർ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് 8/7/2018-ലാണ്. ഇപ്പോൾ 3 രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്: ഇന്ത്യ, UAE, നേപ്പാൾ. ഇന്ത്യയിലെ ലോഞ്ചിങ് നടന്നത് അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. മിനിസ്റ്റർ തിലോത്തമൻ സാറാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. തമന്ന ഭാട്ടിയ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളടക്കം ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ വാർത്തകളെല്ലാം ചാനലുകളും പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ടീം മാനേജ്മെന്റിന്റെ ക്രെഡിബിലിറ്റിയും സ്റ്റെബിലിറ്റിയുമാണ്. 158 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള 7000 കോടി രൂപയിലധികം വാർഷിക ടേൺ ഓവറുള്ള ചെയ്ത ബിസിനസ് എല്ലാം വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഗ്രേറ്റ് ചെയർമാനായ ബഹുമാനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് ഈ കമ്പനിയുടെ ചെയർമാൻ. ഈ കമ്പനിയുടെ 70% ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ബഹുമാനായ ബോബി സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇന്ന് എല്ലാ മലയാളികളുടെയും അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനും ഒരു താരം പോലെ തിളങ്ങുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനായ ചാരിറ്റി പ്രവർത്തകൻ കൂടിയായ ബഹുമാനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. മറ്റ് 2 പാർട്ട്നേഴ്സ് കൂടി കമ്പനിക്കുണ്ട്. മിസ്റ്റർ ഡോക്ടർ ജോളി ആന്റണി കമ്പനിയുടെ CEO ആണ്. 25ഓളം കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിസിനസ്സുകാരൻ. തൃശ്ശൂരുകാരനാണ്. UAE-ലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് കൂടുതലും ഉള്ളത്. മറ്റൊരു പാർട്ട്ണർ മിസ്റ്റർ അനീഷ് കെ ജോയി, കണ്ണൂർ ജോസ്ഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന
ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 10ഓളം കമ്പനികൾ വേറെയും ഉണ്ട്. ഈ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് അദ്ദേഹം. ഈ 3 മഹത് വ്യക്തിത്വങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ചെയ്ത ബിസിനസ് എല്ലാം വിജയിപ്പിച്ച് പാരമ്പര്യമുള്ള, ക്രെഡിബിലിറ്റിയുള്ള, സ്റ്റെബിലിറ്റിയുള്ള 3 വൻ വ്യവസായികൾ തുടങ്ങിയിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. ഇനി നിങ്ങൾക്കറിയാം, ഇതൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. എന്താണ് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ? സാധനങ്ങൾ വിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കമ്പനികൾ. ഹിന്ദുസ്ഥാൻ ലിവറിനെ പോലെ, LGയെ പോലെ, ഗോദ്രേജിനെ പോലെ, BPLനെ പോലെ, റിലയൻസിനെ പോലെ സാധനങ്ങൾ വിൽക്കുകയാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. എന്നാൽ ഈ കമ്പനി 2 കാറ്റഗറി പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തം പ്രോഡക്റ്റുകളുമുണ്ട്, മറ്റ് കമ്പനിയുടെ പ്രോഡക്റ്റുകളുമുണ്ട്. മറ്റ് കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ബ്രാൻഡ്സ്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ LG, സോണി, സാംസങ്, വിൽസർ, വിക്സ്, ജീപാസ്, ഓറൽ ബി, ബ്ലാക്ക് ആൻഡ് ഡെക്കർ, ലെനോവ, ആപ്പിൾ, HP, പ്രസ്റ്റീജ് തുടങ്ങി ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒട്ടനവധി ബ്രാൻഡഡ് കമ്പനികളുമായിട്ട് ഇവർ ടൈപ്പാണ്. UAE വെബ്സൈറ്റിൽ കഴിഞ്ഞ 3-4 വർഷക്കാലം കൊണ്ട് ഏകദേശം 5 ലക്ഷത്തിൽ പരം പ്രോഡക്റ്റുകളും ഇന്ത്യൻ വെബ്സൈറ്റിലൂടെ 5000-ൽ പരം പ്രോഡക്റ്റുകളും ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കൂടാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ടൂർ പാക്കേജുകളുണ്ട്, ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളുണ്ട്, ഇലക്ട്രിക്കൽസ് ഉണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഓൺ ബ്രാൻഡ് പ്രോഡക്റ്റുകൾ, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 22 ക്യാരറ്റ് 916 ഹാൾമാർക്കഡ് ഗോൾഡും സർട്ടിഫൈഡ് ഡയമണ്ടും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ വെൽനസ് പ്രൊഡക്റ്റുകൾ, ശരീരത്തിന്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ 100 കണക്കിന് ഉള്ള പ്രോഡക്റ്റുകൾ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക്സ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ് ഡിറ്റർജന്റ് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, കൂടാതെ ആയുർവേദിക് പ്രൊഡക്റ്റുകൾ, തുടർന്ന് ഷർട്ട്, ടീഷർട്ട്, ഇന്നർ ഗാർമെന്റ്സ്, ചുരിദാർ, ബാഗ്, ബെൽറ്റ്, കൊട, ചെരുപ്പ്, പാത്രങ്ങൾ, ബെഡ്ഷീറ്റ് തുടങ്ങി നോട്ട്ബുക്കും പെയിന്റ് അടക്കം ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ആവശ്യമുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ, ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് fujika.com. ഇപ്പോൾ കമ്പനി പുതിയതായിട്ട് തിരുപ്പൂര് ഒരു ഗാർമെന്റ് ഫാക്ടറി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൂടെ 100-ലധികം തുണിത്തരങ്ങളാണ് ഇനി നമ്മൾ വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്, തുണിത്തരങ്ങൾ. എന്തായാലും ബഹുമാനരായ നിങ്ങളെ ഓരോരുത്തരെയും ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ പഠിപ്പിക്കാനോ അതിന്റെ ഗുണനിലവാരങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നുമല്ല. ഈ കമ്പനി നിങ്ങളെ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ഇതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്താണ് ഇവരുടെ ഓപ്പർച്യൂണിറ്റി? ഷോപ്പ് ഇൻസൈഡ് എ ഷോപ്പ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഷോപ്പ് ഇൻസൈഡ് എ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കടയ്ക്കുള്ളിൽ മറ്റൊരു കട. എക്സാമ്പിൾ പറഞ്ഞാൽ ലുലു മാള് നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ്. ഇടപ്പള്ളിയിൽ കോടിക്കണക്കിന് മുതൽ മുടക്കി യൂസഫ് അലി സാറ് തുടങ്ങിയിരിക്കുന്ന ഒരു ഷോപ്പിംഗ് മാളാണ്. ഈ ഷോപ്പിംഗ് മാള് അദ്ദേഹം കോടികൾ മുതൽ മുടക്കി തുടങ്ങിയിട്ട് നിരവധി ആളുകൾക്ക് അതിലെ പല കടകളും വാടകയ്ക്ക് കൊടുക്കുന്നു. വാടകയ്ക്ക് എടുക്കുന്ന ആളുകൾ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നു. അതിന്റെ റെന്റ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹവും ചില കടകൾ നടത്തുന്നുണ്ട്. ശരിക്കും ഇതേ ആശയം തന്നെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യുന്നു. കടയ്ക്ക് പകരം ലുലു മാളിന് പകരം fujika.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, അതിനകത്ത് കടയെടുക്കുന്ന ആളുകൾക്ക് പകരം ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ ID എടുക്കുന്നത് പോലെ, ഇൻസ്റ്റയിൽ ID എടുക്കുന്ന പോലെ ഈ ലോകത്തുള്ള 18 വയസ്സ് പൂർത്തിയായ എല്ലാ മനുഷ്യർക്കും ഈ കമ്പനിയിൽ ID എടുക്കാം. ആ ID എടുക്കുന്നത് നമ്മുടെ കടയായി പരിഗണിക്കും. ആ കടയിലൂടെ നമ്മൾ നടത്തുന്ന കച്ചവടങ്ങൾ നമുക്ക് വരുമാനം നേടിത്തരും. അതിൻ്റെ ഒരു വിഹിതം ബഹുമാനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർക്കും കിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സിനും കിട്ടും. ഇതാണ് ഈ കോൺസെപ്റ്റ്, ഷോപ്പ് ഇൻസൈഡ് എ ഷോപ്പ്, കടയ്ക്കുള്ളിൽ മറ്റൊരു കട. ഇനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, സാധാരണഗതിയിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, വലിയ മുതൽ മുടക്ക് വേണം, സ്ഥലം വേണം, സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ വേണം, അല്ലെങ്കിൽ അതിനറിയാവുന്ന ആളുകൾ വേണം. എന്നാൽ ഈ ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ കൈവശം വേണ്ടത് നിങ്ങളുടെ KYC ഡോക്യുമെന്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ലോകത്ത് എവിടെ ഇരിക്കുന്ന ആൾക്കും
ഫിജിക്കാർഡിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്താ പറയുക പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി നിരവധി ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്, നിരവധി ബെനിഫിറ്റുകൾ. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും കടയിൽ പോയി സാധനം മേടിക്കുന്ന ആളുകളാണ്. കടയിൽ പോയി സാധനം മേടിച്ചാൽ നമുക്ക് സാധനങ്ങൾ മാത്രമേ കിട്ടൂ. എന്നാൽ ഈ കമ്പനിയുടെ പ്രത്യേകത, നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നിരവധി ബെനിഫിറ്റുകൾ കിട്ടുകയും ഈ ബിസിനസ് തുടങ്ങുന്ന വ്യക്തികൾ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും കഴിയും. എന്താണ് ഈ കമ്പനി തരുന്ന ബെനിഫിറ്റുകൾ? ആദ്യത്തെ 3 ബെനിഫിറ്റ് കോമൺ ആണ്. ഈ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്ന 3 ബെനിഫിറ്റിൽ ഒന്ന്, സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ MRP ആണ് നമ്മൾ കൊടുക്കുന്നത്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. എന്നാൽ ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾ എന്ത് സാധനം മേടിച്ചാലും മാക്സിമം റീറ്റെയിൽ പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. MRPയേക്കാൾ താഴ്ന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. കൂടാതെ ഒരു ചെറിയ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് ഇട്ടുതരും. അതായത് നിങ്ങൾക്ക് MRPയേക്കാൾ താഴ്ന്ന വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുകയും അതിൽ നിന്നൊരു ചെറിയ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് കമ്പനി നിങ്ങൾക്ക് ഇട്ടുതരികയും ചെയ്യും. അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബിസിനസ് കൂടുതൽ പ്രചരിപ്പിച്ചാൽ, കൂടുതൽ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ആ വരുമാനം നിങ്ങൾക്ക് തരുന്നത് പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ബിസിനസ് വോളിയം എത്ര കൂടി എന്നനുസരിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും റിവാർഡ് വാല്യൂ പോയിന്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് നമുക്ക് റീഫണ്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പെട്രോൾ കാർഡ് ഉപയോഗിച്ച് പെട്രോൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് വാല്യൂ പോയിന്റ് കിട്ടും. ഇതൊക്കെ റെഡ്യൂം ചെയ്തെടുത്ത് ക്യാഷായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ റെഫർ ചെയ്യുകയോ ചെയ്താൽ അതിലൂടെ നടക്കുന്ന കച്ചവടത്തിനനുസരിച്ച് പോയിന്റ് വാല്യൂ കൂടും. ആ കൂടുന്ന പോയിന്റ് വാല്യൂവിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വരുമാനം കിട്ടും. അതായത് നിങ്ങൾ ഈ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ വില കുറച്ചെടുക്കാം. ആ വാങ്ങുന്ന സാധനത്തിന് ചെറിയൊരു പൈസ റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. 3, ആ പ്രോഡക്റ്റുകൾക്ക് പോയിന്റ്സ് ഉണ്ടാവും. പോയിന്റ്സ് കൂടിയാൽ നിങ്ങൾക്ക് വരുമാനം കൂട്ടാം. അടുത്ത 6 ബെനിഫിറ്റോടെ പറഞ്ഞ 7 ബെനിഫിറ്റ്സോടെ പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ കമ്പനി കൊടുക്കുന്ന മറ്റൊരു ബെനിഫിറ്റ് ഓൺലൈൻ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. എന്താണ് ഓൺലൈൻ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഓൺലൈൻ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഓൺലൈനായിട്ടാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് നമുക്കൊരു ലിങ്ക് കിട്ടും. ഈ ലിങ്കും നമ്മുടെ മെയിൽ ഐ ഡിയും കൂടെ ചേരുമ്പോൾ, അല്ലെങ്കിൽ നമ്പറും നമ്മുടെ മെയിൽ ഐ ഡിയും കൂടെ ചേരുമ്പോൾ അത് ലിങ്കായിട്ട് മാറും. ഈ ലിങ്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇമെയിൽ, ജിമെയിൽ, ഇൻസ്റ്റാഗ്രാം, ബോട്ടീം ഒക്കെ വഴി ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അങ്ങനെ അയച്ചു കൊടുക്കപ്പെടുന്ന ലിങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ആ ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കയറുന്നത് ഫിജിക്കാർഡ്.comന്റെ വെബ്സൈറ്റിലേക്കാണ്. പക്ഷെ അവർ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റോർ ID ആണ്. കാരണം നിങ്ങളുടെ നമ്പറാണ് അവർ ഓപ്പൺ ചെയ്തത്. അങ്ങനെ ആ വ്യക്തി ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി എല്ലാ പ്രോഡക്റ്റുകളും കാണുകയും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അദ്ദേഹം ഓർഡർ ചെയ്താൽ കമ്പനി മാനേജ്മെന്റ് ആ പ്രോഡക്റ്റ് അവർക്ക് കൃത്യമായി അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. ആ പ്രോഡക്റ്റിന്റെ സർവീസ്, ഗ്യാരണ്ടി, വാറണ്ടി ഒക്കെ അതാത് നാട്ടിൽ അതാത് കമ്പനിയുടെ ആൾക്കാർ തന്നെ കൊടുക്കും. ആ പ്രോഡക്റ്റിന് 50 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 500 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. നിങ്ങൾ ആരോടും ബിസിനസ് പറഞ്ഞില്ല, നിങ്ങൾ ആരെ ചേർത്തില്ല, നിങ്ങൾ ആരെ പ്രൊഡക്റ്റ് പഠിപ്പിച്ചില്ല. ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വെബ്സൈറ്റിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് മാത്രമേ ഉള്ളൂ. അവർ സാധനം മേടിച്ചു, റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. ഇനി ഇങ്ങനെ വരുമാനം നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ ഒരു ബന്ധുവിനും സുഹൃത്തിനും സാധനങ്ങൾ വില കുറച്ചും കിട്ടി. സ്വാഭാവികമായും സാധനങ്ങൾ വില കുറച്ച് കിട്ടിയാൽ ആളുകൾ വീണ്ടും അതേ വെബ്സൈറ്റിൽ നിന്ന് സാധനം എടുക്കുമെന്നാണ് എൻ്റെ അനുഭവം. കാരണം ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് വില കുറച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായും ഇവിടെയും വില കുറച്ച് കിട്ടുമ്പോൾ ആളുകൾ വീണ്ടും സാധനം മേടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്ഥിരമായ സാധനം മേടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിവിലേജ് കസ്റ്റമർ എന്ന രീതിയിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീട് അവരെന്ത് സാധനം മേടിച്ചാലും അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റിന്റെ പകുതി പൈസ അവർക്കും കൂടെ കിട്ടും. അതായത് നിങ്ങൾക്ക് സാധനങ്ങൾ വില കുറച്ച് കിട്ടും,
നിങ്ങളുടെ ID നമ്പർ ഉപയോഗിച്ച് ലോകത്ത് ആര് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും, അവർക്ക് വിലക്കുറവും കിട്ടും. ഇനി അവർ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റിന്റെ പകുതി അവർക്കും പകുതി നിങ്ങൾക്കും. ഇനി ഈ ബിസിനസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വരുമാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. എന്താണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ബിസിനസ് വളർത്തുക, വലുതാക്കുക, ബിൽഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ ലോകത്തുള്ള ഏത് ബിസിനസ്സിലും നമുക്ക് വരുമാനം കൂടുതൽ കിട്ടണമെങ്കിൽ ആ ബിസിനസ് കൂടുതൽ കൂടുതൽ നമ്മൾ വിജയിപ്പിക്കണം, വർദ്ധിപ്പിക്കണം, പ്രവർത്തിപ്പിക്കണം. ഈ ബിസിനസ്സും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം, ബിൽഡ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. എങ്ങനെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യും? 1 രൂപ പോലും എക്സ്ട്രാ മുടക്കാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പോലും നിങ്ങൾക്ക് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. എന്താണ് മാർഗം? 4 മാർഗങ്ങളാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. 1, യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. ഫിജി കാർട്ട് BOP ബെന്നി എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ചെയ്ത അടക്കമുള്ള നിരവധി ലീഡേഴ്സ് ചെയ്ത വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ ടീം മെറിഡിയൻ ഇന്റർനാഷണൽ എന്ന് ടൈപ്പ് ചെയ്താൽ 100 കണക്കിന് വീഡിയോസ് വരും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുവിനോ സുഹൃത്തിനോ അയച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രസന്റേഷൻ അവരെ കേൾപ്പിച്ചുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്താം. അങ്ങനെ അവരുടെ നാട്ടിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. 5 പൈസ നിങ്ങൾക്ക് ചെലവില്ല. രണ്ടാമത്തെ മെത്തേഡ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കും ചില ദിവസങ്ങളിൽ രാത്രി 9 മണിക്കും മലയാളം അടക്കമുള്ള വിവിധ ഭാഷകളിൽ കമ്പനിയും ടീം ലീഡർമാരും മീറ്റിങ്ങുകൾ ഓൺലൈനിലൂടെ സൂമിലൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ നമ്മൾ ലൈവായിട്ട് വിടുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന വ്യക്തിയെയും നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് കേൾപ്പിക്കാം. അതിനും നിങ്ങൾക്ക് പൈസ മുടക്കില്ല. മൂന്നാമത്തെ മാർഗം, നിങ്ങളുടെ ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ച് ലീഡർമാരുടെ സഹായത്തോടെ ഈ പ്രോജക്റ്റ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. നാലാമത്തെ മെത്തേഡ്, നിങ്ങളുടെ ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ നിങ്ങൾക്ക് കാണാനായി ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അവരിയ്ക്കുന്നിടത്തേക്ക് ചെന്ന് അവരോട് ഈ പ്രോജക്റ്റ് പറയാം. ഈ 4 മെത്തേഡിനും നിങ്ങൾക്ക് പണച്ചെലവൊന്നുമില്ല. ഞങ്ങൾ വന്ന് നിങ്ങളെ സഹായിച്ച് അതിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. ഇത്തരത്തിൽ നിങ്ങൾ ഒരു 10 വ്യക്തികളോട് ഈ പ്രോജക്റ്റ് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു പക്ഷേ ഈ ബിസിനസ് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും യോജിച്ച ബിസിനസ് ഒന്നുമല്ല. പൈസ എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷെ ഈ ബിസിനസ് എല്ലാവർക്കും പറ്റില്ല. ഇതൊരാളെ ചേർക്കുന്ന പ്രക്രിയയുമല്ല. നമ്മുടെ നാട്ടിൽ ബുദ്ധിയുള്ള, അറിവുള്ള, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, തൊഴിൽ ചെയ്ത് മാന്യമായതിൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വപ്നങ്ങളുള്ള, കടബാധ്യതകളുള്ള, മെച്ചപ്പെട്ട ജീവിതനിലവാരം ആഗ്രഹിക്കുന്ന, സ്വപ്നങ്ങളുള്ള 100 കണക്കിന് ആളുകൾ, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന 100 കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും വെറും 10 വ്യക്തികളെ ഈ പ്രോജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിലൂടെ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, കേൾപ്പിക്കുക. സ്വാഭാവികമായും ഈ പ്രോജക്റ്റ് കേൾക്കുന്ന ആളുകൾ, ചില ആളുകൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അത് കളയും. ചില ആളുകൾ ഈ പ്രോജക്റ്റിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവും. അങ്ങനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന 2 വ്യക്തികൾ നിങ്ങളോടൊപ്പം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒന്ന് നിങ്ങളുടെ ഒരു ബന്ധു, മറ്റൊന്ന് നിങ്ങളുടെ സുഹൃത്ത്. ബന്ധു ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു എന്നൊരു വ്യക്തിയും സുഹൃത്ത് ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു വീട്ടമ്മയും ഒരു കൂലിപ്പണിക്കാരനും, അതല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയിയും ഒരു ഒരു ബിസിനസ്സുകാരനും ആവാം. ഈ 2 വ്യക്തികൾ വന്നു, ഈ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ഫോണിലേക്ക് ഒരു നമ്പർ പോവും. നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ, ആ നമ്പർ ഉപയോഗിച്ച് ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അങ്ങനെ അവർ 2 വ്യക്തികളും ഈ കമ്പനിയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിച്ചെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ ആണ്. ആ പ്രൊഡക്റ്റുകൾക്ക് ഓരോ പോയിന്റ് വാല്യൂ ആണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിചാരിക്കുക. എല്ലാ പ്രോഡക്റ്റിനകത്തും പോയിന്റ് വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. അത് നേരിട്ട് ചെന്നാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ പോയിന്റിന്റെ കച്ചവടം നടന്നതായിട്ട് കണക്കാക്കി ഈ കച്ചവടം നിങ്ങൾ കൊണ്ടുവന്ന കച്ചവടമായി കമ്പനിക്ക് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 20 രൂപ ഈ കമ്പനി വരുമാനം തരും. കമ്പനി വരുമാനം തരുന്നത് എത്ര ആളുകളെ ചേർത്തു നോക്കിയിട്ടല്ല, എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്ന് നോക്കിയിട്ടല്ല, നിങ്ങളിലൂടെ വിൽക്കപ്പെട്ട പ്രോഡക്റ്റുകൾക്ക് എത്ര പോയിന്റ് വാല്യൂ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വരുമാനം തരുന്നത്. നിങ്ങൾ കൊണ്ടുവന്ന ബിസിനസ്സിന് 2 പോയിന്റ് വാല്യൂ, ഒന്ന് ഒന്നാമത്തെ ഓർഗനൈസേഷനും മറ്റൊരു പോയിന്റ് രണ്ടാമത്തെ ഓർഗനൈസേഷൻ, ഒരു പോയിന്റ് മാച്ച് ചെയ്തു 20 രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിച്ചു.
ഇനി ആളുകൾ 10 പോയിന്റിന്റെ പ്രൊഡക്റ്റ് ആണ് വാങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയും, 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് ആണ് അവർ വാങ്ങിയെങ്കിൽ 2000 രൂപയും നിങ്ങൾക്ക് വരുമാനം കിട്ടും. സ്വാഭാവികമായും നിങ്ങൾക്ക് 2000 രൂപ വരുമാനം കിട്ടിയെന്ന് നിങ്ങളുടെ ഈ ഗൾഫിൽ റിട്ടേൺ ആയിട്ടുള്ള സുഹൃത്തും നിങ്ങളുടെ ഒരു ബന്ധുവിനും ബോധ്യപ്പെടുമ്പോൾ അവരും നിങ്ങൾക്ക് വരുമാനം കിട്ടിയതുപോലെ വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ ചെയ്ത അതേ പ്രവൃത്തികൾ അവരും ചെയ്യാൻ തയ്യാറാകുമെന്നാണ് എൻ്റെ അനുഭവം. ഇനി നമുക്ക് 2000 രൂപ കിട്ടിയാൽ സ്വാഭാവികമായും നമ്മളോടൊപ്പമുള്ള ആളുകളും ഈ പ്രവൃത്തി ചെയ്താൽ നമ്മളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളൊന്നും അല്ല മിടുക്കന്മാർ, നമ്മളൊന്നും അല്ല ആവശ്യക്കാർ, നമ്മളൊന്നും അല്ല കടബാധ്യത ഉള്ളവർ. നമ്മളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള, കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, കോണ്ടാക്റ്റും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ ആളുകൾ നമ്മളിലൂടെയും നമ്മൾ പറയുന്ന ആളുകളിലൂടെയും അവരിലൂടെയും ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവർ ഈ ബിസിനസ് ഏറ്റെടുക്കുകയും അതിശക്തമായി ബിസിനസ് ബിൽഡ് ചെയ്യുമെന്നാണ് എൻ്റെ അനുഭവം. ഇങ്ങനെ 200 പോയിന്റ് ഒരു പ്രത്യേക സമയത്ത് മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം 4000 രൂപയും, 300 പോയിന്റാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 6000 രൂപയും, 500 പോയിന്റാണ് മാച്ചിങ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് 10000 രൂപയും, 800 പോയിന്റ് മാച്ച് ചെയ്താൽ 16000 എന്ന കണക്കിൽ പരമാവധി ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം 1500 പോയിന്റ് മാച്ചിങ്ങിന്റെ 30000 രൂപയാണ്. ഒരു പക്ഷേ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന്. ശരിയാണ്, ഒരു പരിധിവരെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഡെയിലി 1500 പോയിന്റ് മാച്ചിങ് ഒക്കെ സിമ്പിളായിട്ട് നടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനം 1500 പോയിന്റ് 30000 രൂപയാണ്. ഇതൊരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും അല്ല, കുറച്ച് നാളുകൾ കൊണ്ട് നടക്കും. ഇനി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയ പോലീസ് ഓഫീസറായ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കമ്പനിയുടെ മോഡ് ഓഫ് പേയ്മെന്റ് ആണ്. ഈ കമ്പനി വരുമാനം കൊടുക്കുന്ന മാസത്തിലൊരിക്കലല്ല, 2 ആഴ്ച കൂടുമ്പോഴല്ല, ഡെയിലിയാണ് ഈ 30000 രൂപ കൊടുക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ബിസിനസ് കട്ട് ഓഫ് ചെയ്യും. 12:15 ഈ വരുമാനം എത്ര പോയിന്റ് മാച്ച് ചെയ്യുന്നുള്ളതിന്റെ വരുമാനം നമ്മുടെ വാലറ്റിൽ കാണിക്കും. പിറ്റേ ദിവസം രാവിലെ 11 മണിക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ വരുമാനം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ 4 മാസക്കാലമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വരുമാനം ഒരു ഐഡിയിൽ നിന്ന് മാത്രം എടുത്താൽ പോലും ഡെയിലി 30,000 എന്നുള്ള വരുമാനമാണ്. ഡെയിലി 30,000 എന്ന് പറഞ്ഞാൽ 30 ദിവസം കൂട്ടിയാൽ പോലും 9 ലക്ഷം രൂപ ഒരു മാസം വരുമാനം മേടിക്കാൻ ഈ ബിസിനസ്സിൽ അവസരമുണ്ട്. ഇനി ഇത് ഒരു ബെന്നി വാങ്ങിച്ച വരുമാനമല്ല, ഇതുപോലെ 100 കണക്കിന് ആളുകൾ ഇന്ന് രാജ്യത്ത് ഈ ബിസിനസ്സിലൂടെ ഡെയിലി 30,000 വരുമാനം വാങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ ഇന്ന് പരിചയപ്പെടാം. ഞാനല്ലാതെ ഒരുപാട് ആളുകളുണ്ട്. ഇനി ഈ ബിസിനസ് കൊടുക്കുന്ന മറ്റൊരു വരുമാനം ജനറേഷൻ ബോണസ് ആണ്. എന്താണ് ജനറേഷൻ ബോണസ്? നമ്മൾ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആളുകൾ, എല്ലാ ആളുകളും പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ ആളുകളും ഇങ്ങനെ ബിസിനസ് മാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഓർഗനൈസേഷൻ 2 ഓർഗനൈസേഷനോ ആളുകൾ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. കമ്പനി പറയുന്നത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളോ അവർ കൊണ്ടുവരുന്ന ആളുകളോ അങ്ങനെ 6ഓ 7ഓ ലെവലിൽ വരെ ഉള്ള ആളുകൾ ഈ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചാൽ അത് മാസത്തിൽ ഒരിക്കൽ മേടിച്ചാലും മതി, നിങ്ങൾക്ക് അതിന്റെ വരുമാനം ലഭിക്കും. അതിന് ഒന്നിലധികം ആളുകൾ വാങ്ങണമെന്ന് പോലും നിർബന്ധമില്ല. ഒരു വ്യക്തിയെ സാധനം സ്ഥിരമായി വാങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ വരുമാനം ലഭിക്കും. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത് നമുക്ക് എല്ലാ മാസവുമാണ് ഈ കമ്പനി വരുമാനം തരുന്നത്. ഇതിന് യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല. എത്ര ലക്ഷം രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ഈ പ്രോജക്റ്റിലൂടെ, ഈ ജനറേഷൻ ബോണസിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ആനുവൽ പ്രോഫിറ്റ് ആണ്. വർഷത്തിൽ ഒരിക്കൽ ഈ കമ്പനി കൊടുക്കുന്ന വരുമാനമാണ്. ഈ കമ്പനിയുടെ ടേൺ ഓവറിന്റെ ബെനിഫിറ്റ് കമ്പനി തരും. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിനകത്ത് നിന്ന് 3% കമ്പനി ടേൺ ഓവർ ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കും. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റാങ്ക് അച്ചീവേഴ്സ്, ഡയമണ്ട്, ക്രൗൺ അംബാസഡർ തുടങ്ങിയ 3 റാങ്ക് അച്ചീവേഴ്സ് ആണ്. ഈ ആളുകൾക്ക് ഈ 3% ഉള്ള ഇൻകം ഈക്വൽ ആയിട്ട് അവരുടെ റാങ്ക് അനുസരിച്ച് 0.5 to 1.5% എന്നുള്ള രീതിയിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. ഞാൻ ഈ കമ്പനിയുടെ ഡയമണ്ടുമാണ്, ക്രൗൺ ഡയമണ്ടുമാണ്. അടുത്ത വർഷം മുതൽ എനിക്ക് ആനുവൽ പ്രോഫിറ്റ് കമ്പനിയിൽ നിന്ന് ലഭിച്ചു തുടങ്ങും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് ഇൻകം അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ്. കേരള പോലീസിൽ 62,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന എനിക്ക്
ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എത്ര മിടുക്കനാ ജോലി ചെയ്താലും എനിക്ക് ഒരു തരത്തിലുള്ള അവാർഡും റിവാർഡ്സും ഒന്നും കിട്ടില്ല. സുനാമി വന്ന സമയത്ത് ഒരുപാട് സേവനം ചെയ്തതിന് റിവാർഡ് അവരവർ തന്നെ മേടിച്ച് ബാഡ്ജായിട്ട് കുത്തേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ ഈ കമ്പനിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ 20,000 പോയിന്റിന്റെ ബിസിനസ് നിങ്ങൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ കൊണ്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ ഈ കമ്പനിയുടെ ഗോൾഡ് എന്ന് പറഞ്ഞ റാങ്ക് അടിക്കും. കമ്പനി നിങ്ങൾക്ക് 50,000 രൂപ ഫ്രീ ആയിട്ട് തരും. ശരിക്കും ഗോൾഡ് അടിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം 4-5 ലക്ഷം രൂപയോളം വാങ്ങിച്ചിട്ടുണ്ടാവും പല ദിവസങ്ങളായി. പ്ലസ് നിങ്ങൾക്ക് 50,000 രൂപ കമ്പനി നിങ്ങൾക്ക് ബൈക്ക് ഫണ്ട്, വേണമെങ്കിൽ ബൈക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. 1 ലക്ഷം പോയിന്റ് നിങ്ങൾ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പനി 5 ലക്ഷം രൂപ കാർ ഫണ്ട് തരും. നിങ്ങൾ 2 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കമ്പനിയുടെ ടേൺ ഓവർ ബെനിഫിറ്റിന് അർഹനാവുകയും നിങ്ങൾക്ക് ഒരു ഫോറിൻ ട്രിപ്പ്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് 20 ദിവസത്തേക്ക് വിത്ത് ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ, ക്രൗൺ ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനി തരുന്നത് 50 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്, കാർ ഫണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാനും ഈ കമ്പനിയുടെ റാങ്ക് അച്ചീവർ ആണ്, ക്രൗൺ ഡയമണ്ട് അച്ചീവർ ആണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ എമൗണ്ട് 47.5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ്, ടീം മെറിഡിയന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ്. അടുത്ത ലെവലെത്തുമ്പോൾ 10 ലക്ഷം പോയിന്റ് മാച്ച് ആകുമ്പോൾ ഈ കമ്പനി കൊടുക്കുന്ന റിവാർഡ് 1 കോടി രൂപയുടെ വില്ല ഫണ്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ ലക്ഷങ്ങളും കോടികളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല സാറേ, ഞങ്ങളെ ഇതൊന്നും പറഞ്ഞ് പറ്റിക്കേണ്ടതായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ആയിരങ്ങൾ പോലും വരുമാനം കിട്ടാതെ ആളുകൾ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 10,000-കപ്പുറത്ത്, ലക്ഷങ്ങൾക്കപ്പുറത്ത് കോടികളുടെ കഥ പറയുമ്പോൾ ആരും വിശ്വസിക്കാതിരിക്കുന്നതിൽ അത്ഭുതമില്ല. എന്തായാലും ഞാൻ നിങ്ങളോട് തർക്കിക്കുന്നില്ല, നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ബഹുമാന്യനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നോട് ഈ പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല സാറേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈകേറി പിടിച്ചവനാണ് ബെന്നി. എന്തായാലും ഞാൻ ഇതൊന്നും പറയാനല്ല ഈ വൈകിയ വേളയിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 100 വ്യക്തികൾക്കും 100% ഗ്യാരണ്ടി തരാൻ കഴിയുന്ന ഒരു വരുമാനം ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ കോടികൾ ഏൺ ചെയ്യാൻ ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷേ 18 വയസ്സ് പൂർത്തിയായ ഈ കമ്പനിയുടെ ബിസിനസ് ആത്മാർത്ഥമായി 2-3 മാസം ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി ടീമിനോടൊപ്പം നിന്ന് ലീഡേഴ്സ് പറയുന്നതനുസരിച്ച് നന്നായി പണിയെടുത്ത് പ്രവർത്തിച്ച് നിൽക്കാൻ തയ്യാറുള്ള വ്യക്തിക്ക് ഈ കമ്പനി എല്ലാ മാസവും തുടർച്ചയായ ഒരു വരുമാനം കൊടുക്കുന്നു. ഒരു മാസ വരുമാനം, ഒരു മന്ത്ലി ഇൻകം. ഡിയർ ഫ്രണ്ട്സ്, ഈ കമ്പനിയുടെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ് ഏതാണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും, ഈ കമ്പനിയുടെ കോടികളും ബോബി ചെമ്മണ്ണൂരും ഇ കൊമേഴ്സും ഒന്നുമല്ല, ഈ കമ്പനി എല്ലാ മാസവും തുടർച്ചയായി ജീവിതകാലം മുഴുവൻ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മാസ വരുമാനമാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നിങ്ങൾ ഈ കമ്പനിയിൽ വന്ന് വെറും 2000 പോയിന്റിന്റെ ബിസിനസ് മാച്ച് ചെയ്താൽ, 2000 പോയിന്റിന്റെ ബിസിനസ് മാച്ച് ചെയ്യാൻ എനിക്ക് അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷനായ ടീം മെറിഡിയന് 48 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. 18 വയസ്സുള്ള പെൺകുട്ടികളടക്കം 68 വയസ്സുള്ള അമ്മമാരടക്കമുള്ള ആളുകൾ ഇവിടെ 18, 20, 25 ദിവസം കൊണ്ട് ഈ കമ്പനിയിലൂടെ ബ്രോൺസ് എന്ന് പറഞ്ഞ റാങ്ക് അടിച്ച് 2000 പോയിന്റ് മാച്ച് ചെയ്തിട്ടുണ്ട്. ഈ 2000 പോയിന്റ് മാച്ച് ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ അവരുടെ കാലം കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് കമ്പനി മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് സാലറി ആയിട്ട് എല്ലാ മാസവും 20-ാം തീയതി മുതൽ 23-ാം തീയതിക്ക് ഇടയ്ക്കുള്ള ദിവസം അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. കഴിഞ്ഞ 2.25 വർഷക്കാലമായി ഈ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വരുമാനം 20,000 രൂപയാണ്. കൊറോണ ടൈമിൽ പോലും ബഹുമാന്യനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ബിസിനസ് കുറവായിരുന്നിട്ട് പോലും സാലറി ആയിട്ട് ആളുകൾക്ക് 10,000 രൂപ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇത് 19,000 രൂപ വരെ കിട്ടിയ മാസങ്ങളുണ്ട്. 2 രീതിയിലാണ് കമ്പനി സാലറി കൊടുക്കുന്നത്. കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന്, ഓരോ മാസവും നടക്കുന്ന ടേൺ ഓവറിൽ നിന്ന് കമ്പനി ഒരു നിശ്ചിത എമൗണ്ട് ഈ മന്ത്ലി ഇൻകം കൊടുക്കാൻ വേണ്ടി, പെർഫോമൻസ് ബോണസ് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കും. അത് എത്ര കോടി രൂപയുണ്ടെങ്കിലും അത് ഈ റാങ്ക് മുതൽ മുകളിലോട്ടുള്ള എല്ലാ ആളുകൾക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. കഴിഞ്ഞ മാസം കിട്ടിയത് 15,300 രൂപയാണ്. അതിന് മുമ്പത്തെ ദിവസം കിട്ടിയ 15,140 രൂപയാണ്. അതിന് മുമ്പത്തെ ദിവസം കൊടുത്ത 15,300 രൂപ, 340 രൂപ. ഈ തരത്തിൽ 15,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് ഈ കമ്പനി കൊടുക്കുന്ന മന്ത്ലി ഇൻകം. ഇത് കൂടാതെ
നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഈ കമ്പനി ഏൺ ചെയ്യാം. മിനിമം ബിസിനസ് നിങ്ങൾ ചെയ്ത് ഒരു 300 പോയിന്റ് നിങ്ങൾ മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ 6000 രൂപ നിങ്ങൾക്ക് വേറെയും കിട്ടും. അതായത് ഈ കമ്പനിയിൽ ഒരു തവണ 2000 പോയിന്റ് മാച്ച് ചെയ്തിട്ട് ഒരു മാസം ബ്രോൺസ് എന്ന് പറഞ്ഞ റാങ്ക് നിൽക്കുന്ന ആള് 300 പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ 6000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതോടൊപ്പം കമ്പനിയുടെ സാലറിയും കമ്പനി നിങ്ങൾക്ക് അയച്ചു തരും. 15, 6, 21 എന്നുള്ള രീതിയിൽ ഏറ്റവും കുറഞ്ഞ വരുമാനം കണക്കാക്കിയാലും നിങ്ങൾക്കൊരു മാസം 20,000 രൂപ വരുമാനം കിട്ടാൻ സിമ്പിൾ ആയിട്ട് കഴിയും. ഈ പ്രോജക്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന 100-ൽ 100 വ്യക്തികൾക്കും ഞങ്ങൾ ഗ്യാരണ്ടി തരാം. ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്താൽ നിങ്ങളുടെ കുടുംബത്തേക്ക് ഈ കമ്പനി ജീവിതകാലം മുഴുവൻ വരുമാനം കിട്ടും. ഇനി അതിനോടൊപ്പം കമ്പനി മറ്റൊരു ബെനിഫിറ്റ് കൂടി 10ാമത് കൊടുക്കുന്നുണ്ട്, ഒരു മെഡിക്കൽ കവറേജ്. ഈ ബിസിനസ്സിലേക്ക് വന്ന് ബ്രോൺസ് എന്ന് പറയുന്ന 2000 PVയുടെ ബിസിനസ് സിമ്പിളായി പാസ്സാകുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി ഒരു മെഡിക്കൽ കവറേജ് കൊടുക്കുന്നുണ്ട്. ഫാമിലിയിലെ 4 വ്യക്തികൾക്ക് ഒരു വർഷത്തേക്ക് 2 ലക്ഷം രൂപയുടെ വീതം ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. ഡിയർ ഫ്രണ്ട്സ്, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഒരു മിനിമം വരുമാനവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എന്ത് രോഗപീഠകൾ വന്നാൽ അതിനുള്ള മെഡിക്കൽ കവറേജും അവൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ എത്ര വേണമെങ്കിലും വരുമാനം ഏൺ ചെയ്യാനുമുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് Fijica.com നിങ്ങളുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഓൺലി കം ഫ്രം എ ഗ്രേറ്റ് കമ്പനി. ഒരു മഹത്തരമായ അവസരം ഒരു മഹത്തരമായ കമ്പനിയിൽ വരൂ. Fijica.com ഒരു മഹത്തരമായ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നത്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസോടെ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഈ പ്രോജക്റ്റ് കേൾക്കുന്നത് ആലപ്പുഴയിൽ ASI ആയിട്ട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. എൻ്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ബഹുമാന്യനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരെ ഞങ്ങൾ പോയി കണ്ടു. എന്നെ ആരും ക്ഷണിച്ചിട്ടല്ല ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വന്നത്, എൻ്റെ സുഹൃത്തുക്കളും വന്നത്. ഞാൻ പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലാണ്. ധീരുഭായ് അംബാനിയുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നു, ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു മേഖലയിലേക്ക് കടക്കാൻ ഞാൻ ആരുടെ ക്ഷണക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. ഞാനും ആരുടെ ക്ഷണക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. എൻ്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ബോബി ചെമ്മണ്ണൂർ സാറിന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ വെച്ച് ഈ പ്രോജക്റ്റ് എന്താണെന്ന് അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ ഞങ്ങൾ കേട്ടു. മുഴുവൻ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഇത് കൊള്ളാമെന്ന് ബോധ്യപ്പെട്ടു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ബോബി സാറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി എൻ്റെ പ്രിയ സഹോദര സുഹൃത്ത് സുനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇനി അറ്റത്ത് ചുവന്ന ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത് ചെമ്മണ്ണൂരിന്റെ GM ആണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ സഹോദര സുഹൃത്തായിട്ടുള്ള ബഹുമാന്യനായ ശ്രീകുമാർ സാറാണ്. ഞങ്ങൾ 3 പേരും കൂടി ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. ടീം മെറിഡിയൻ ഇന്റർനാഷണൽ എന്ന പേരിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അന്ന് മുതൽ പ്ലാൻ ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കേരള പോലീസിലെ ജോലിയോടൊപ്പം 2 മാസം പാർട്ട് ടൈം ആയിട്ടാണ് ബിസിനസ് ചെയ്തത്. 30 ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തു. തുടർന്ന് പകലും രാത്രിയും അടക്കം കിട്ടുന്ന ഫ്രീ ടൈമുകൾ ഉപയോഗിച്ച് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തു. ഞങ്ങൾ 3 പേരും ശക്തമായി പ്രവർത്തിച്ചപ്പോൾ 2 മാസം കൊണ്ട് ഈ കമ്പനിയുടെ 8 ലക്ഷം രൂപ വരുമാനം മേടിച്ചു. 1ാമത്തെ ID ഗോൾഡ് എന്ന് പറഞ്ഞ റാങ്കും 2ാമത്തെ ID എന്താ പറയാ ബ്രോൺസ് എന്ന് പറയുന്ന റാങ്കും 3ാമത്തെ ID സിൽവർ എന്ന് പറയുന്ന റാങ്കും അടിച്ചുകൊണ്ട് 8 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചു. സ്വാഭാവികമായിട്ടും 2 മാസം കൊണ്ട് ഗോൾഡ് റാങ്ക് അടിച്ചപ്പോൾ ബോബി സാർ അടക്കമുള്ള ആളുകൾ ഞങ്ങളെ അഭിനന്ദിക്കാനെത്തി. ആലപ്പുഴയിൽ ഒരു ഫംഗ്ഷൻ വെച്ചു. അതിൽ ഹൗസ് ബോട്ടിൽ വെച്ചുള്ള ഫംഗ്ഷനിലൂടെ അദ്ദേഹം വന്നു, ഞങ്ങൾക്ക് റിവാർഡ് തന്നു, മൊമെന്റോ തന്നു, ഞങ്ങളെ അനുമോദിച്ചിട്ട് പോയി. ഡിയർ ഫ്രണ്ട്സ്, പിന്നെ ഇന്നുവരെ കേരള പോലീസിലെ പണിക്ക് പോയിട്ടില്ല. 24 മണിക്കൂർ × 365 ദിവസം Fijica.comന്റെ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തെ വരുമാനം, ഏറ്റവും കുറഞ്ഞ വരുമാനം 1 ലക്ഷം രൂപയാണ്. 2 ID കണ്ടിന്യൂസ് സീലിംഗ് ആണ്. 3ാമത്തെ ID ചില ദിവസങ്ങളിൽ സീലിംഗ് ആണ്. മറ്റൊരു IDയിലും വരുമാനമുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ 3 പേരും പേഴ്സണൽ IDകൾ എടുത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 1.5 ലക്ഷം രൂപ വരെ വരുമാനം മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന പോലെ 28,500, 28,500, 28,500, 28,500, 28,500 എന്ന രീതിയിൽ എല്ലാ ദിവസവും ടാക്സ് കഴിഞ്ഞ് 28,500 വീതം വിവിധ IDകളിലായി 1 ലക്ഷം വരുമാനം മേടിച്ച് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടെ ഒരു മിടുക്കായിട്ടോ ഞങ്ങളുടെ ഒരു കഴിവോ കാര്യപ്രാപ്തിയോ ഞങ്ങളുടെ ഒരു അപ്രമാദിത്വോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് മനസ്സിലായിട്ടില്ലെന്ന് ഉറപ്പായി. ഇതൊരു ബെന്നിയുടെയോ സുനിൽ മുഹമ്മദിന്റെയോ ശ്രീകുമാറിന്റെയോ കഴിവല്ല.
ഞങ്ങളെക്കാൾ മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകൾ, കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ്, സ്ത്രീകളും പുരുഷന്മാരടക്കമുള്ള ആളുകൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ, അവരുടെ സ്വപ്നങ്ങൾ അവർ പൂർത്തീകരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായി ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. നിരവധി നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി. സുനിൽ മുഹമ്മദ് സാർ 70 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് മേടിച്ച് കോട്ടയത്ത് താമസിക്കുന്നു. ശ്രീകുമാർ സാറ് പലകയടിച്ച ഷീറ്റിട്ട വീട്ടിൽ താമസിക്കുന്ന ശ്രീകുമാർ സാർ 1 കോടി രൂപയുടെ വീടിന്റെ പണി പകുതിയായി. 2 വ്യക്തികളും ബെൻസ് കാർ അച്ചീവ് ചെയ്യാൻ പോകുന്നു. എല്ലാവരും ബുക്ക് ചെയ്ത് ഉടൻ തന്നെ വരികയാണ്. ഞാനും നിരവധി നേട്ടങ്ങൾ, ഒരുപാട് അസറ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഒരുപാട് അച്ചീവ്മെന്റുകൾ, ഒരുപാട് നേട്ടങ്ങൾ ഈ ബിസിനസ്സിലൂടെ എനിക്കും സമ്പാദിക്കാനും ഉണ്ടാക്കാനും കഴിഞ്ഞു. ഇനി ഇത് ഞങ്ങളുടെ നേട്ടമായിട്ട് നിങ്ങൾ കാണരുത്. ഞങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന നിരവധി ആളുകൾ, സ്ത്രീകൾ അടക്കമുള്ള നിരവധി ആളുകൾ ഈ കമ്പനിയുടെ ഡെയിലി 30,000 എന്നുള്ള വരുമാനം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഞങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന 100 കണക്കിന് ആളുകൾ കടബാധ്യത തീർത്തു, 100 കണക്കിന് ആളുകൾ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചു, 100 കണക്കിന് ആളുകൾ മക്കളെ പഠിപ്പിക്കുന്നു, കുടുംബത്തിൽ അന്തസ്സായി സന്തോഷമായി ജീവിക്കുന്നു. 800-ലധികം ആളുകൾ കാർ അച്ചീവറായി, നിരവധി ആളുകൾ 800-900-ഓളം ആളുകൾ ഈ കമ്പനിയിലെ സാലറി അച്ചീവറായി അതിശക്തമായി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തു വരികയാണ്. ഈ ബിസിനസ് എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സാണ്. ഈ ഫിജിക്കാർഡ് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്ത ഒരാൾ പോലും ഇന്ന് വരെ പരാജയപ്പെട്ട ചരിത്രമില്ല. പ്രവർത്തിച്ച മുഴുവൻ ആളുകളും വിജയിക്കുന്ന ലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഫിജിക്കാർഡ്.com. ഈ ബിസിനസ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം. കാരണം സീൻ മാറുകയാണ്. ആളുകൾ ആവേശത്തോടെ ഫിജിക്കാർഡ്.com ഏറ്റെടുത്ത് ചെയ്യുകയാണ്. 18 വയസ്സുള്ള പെൺകുട്ടി മുതൽ 23 വയസ്സും 60ഉം 70ഉം വയസ്സുള്ള 80ഉം വയസ്സുള്ള ആളുകൾ വരെ ഈ കമ്പനിയിൽ നിന്ന് വലിയ വരുമാനം മേടിച്ച്, വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച്, ലക്ഷങ്ങൾ വരുമാനം മേടിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ബന്ധുവിനെയോ സുഹൃത്തിനെയോ മറ്റൊരാളുടെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനേക്കാൾ മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെ നമ്മളോടൊപ്പം ബിസിനസ്സിൽ കൊണ്ടുവരിക എന്നുള്ള ബുദ്ധി നിങ്ങൾക്ക് കാണാൻ കഴിയണം, ഉപയോഗിക്കാൻ കഴിയണം. നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾ തുടങ്ങുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം. ഞങ്ങൾ ഈ കമ്പനിയുടെ ഡയമണ്ട്, ക്രൗൺ ഡയമണ്ട് എന്ന റാങ്കിലും, ഡയമണ്ട് എന്ന റാങ്കിലും, റൂബി എന്ന റാങ്കിലും, പ്ലാറ്റിനം എന്ന റാങ്കിലടക്കം വിവിധ റാങ്കുകളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ കമ്പനിയുടെ ടോട്ടൽ വാങ്ങിച്ച വരുമാനം 3 കോടി രൂപ ക്രോസ് ചെയ്തു. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇനി 3 കോടി രൂപ ക്രോസ് ചെയ്യാൻ ഞങ്ങൾക്ക് 1 വർഷം മതി. കാരണം ഒരു ദിവസം 1 ലക്ഷം വെച്ച് കൂട്ടിയാൽ, ഒരു വർഷം കൊണ്ട്, ഒരു ദിവസം 1 ലക്ഷം വെച്ച് കൂട്ടിയാൽ, ഒരു വർഷം കൊണ്ട് 365 ലക്ഷം, അതായത് 3 കോടി 65 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ ഞങ്ങൾക്ക് 1 വർഷം മതി. ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രം നടക്കുന്ന കാര്യമെന്ന് നിങ്ങൾ കാണരുത്. നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ച പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും. എൻ്റെ ഡ്രീം കാറാണ് ജാഗ്വാർ. 1 കോടി 10 ലക്ഷം രൂപയുടെ കാറ്. കേരളത്തിൽ ആദ്യം ഇറക്കുന്ന ആളുടെ പേര് നിങ്ങൾ ഓർത്തിരുന്നോളൂ, ബെന്നി എന്ന് തന്നെയായിരിക്കും. എൻ്റെ ഒരു ഡ്രീം വീട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2025 കേരളത്തിൽ ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ചുട്ട മറുപടിയായിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ അതിശക്തമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഇതുപോലൊരു മനോഹര ഭവനം, എൻ്റെ ഡ്രീം വീട് ഞാൻ കെട്ടിപ്പോക്കുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളോട് പറഞ്ഞിട്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ബിസിനസ് കേട്ടിട്ട് കൊള്ളാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുക. നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു 10 പേരുടെ ലിസ്റ്റ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഈ പ്രോജക്റ്റ് അവരോട് ഷെയർ ചെയ്യുക ലീഡർമാരുടെ സഹായത്തോടെ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഈ കമ്പനിയിൽ നിന്ന് 100 പോയിന്റ് വാല്യൂ വരുന്ന പ്രോഡക്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പർച്ചേസ് ചെയ്യണം. അത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താനല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങളടക്കം, നിത്യോപയോഗ സാധനങ്ങളടക്കം നിങ്ങൾ കടയിൽ പോയി വാങ്ങുന്ന അതേ സാധനങ്ങൾ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരൊറ്റ തവണ വാങ്ങിച്ചാൽ നിങ്ങൾ ഈ കമ്പനിയുടെ അഫിലിയേറ്റ് ആയിട്ട് മാറും, ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറും. നിങ്ങൾക്ക് ഈ പ്രവർത്തനം ചെയ്യാനുള്ള രജിസ്ട്രേഷനായി. നിങ്ങൾ എടുക്കുന്ന ലിസ്റ്റ് നിങ്ങളുടെ ബന്ധുക്കളെയും പൈസയ്ക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കളുടെയും ആയിരിക്കണം. ആ ആളുകളോട് നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ് പറയരുത്. നിങ്ങൾ നേരിട്ട് ഈ ബിസിനസ് പറഞ്ഞാൽ അവർ നിങ്ങളെ കളിയാക്കി പറഞ്ഞയക്കും, നിങ്ങൾ തോറ്റുപോകും. ഈ ബിസിനസ് ഞങ്ങളെ പോലുള്ള അറിവുള്ള ആളുകളോടൊപ്പം, വിജയിച്ച ആളുകളോടൊപ്പം, ഇതറിയാവുന്ന പരിശീലനം കിട്ടിയ ആളുകളോടൊപ്പം ടീമായിട്ട് നിന്ന് സിസ്റ്റമാറ്റിക് ആയി സീരിയസ് ആയി നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്കും ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ കഴിയും. അത്തരത്തിൽ വിജയിക്കാൻ സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ മുഴുവൻ ആളുകളെ അനുഗ്രഹിക്കട്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിലും ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരുന്ന ബഹുമാനരായ മുഴുവൻ ആൾക്കാർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഫിജിക്കാർഡ്. താങ്ക് യു വെരി മച്ച്.
സജി മ്യൂട്ടാണ്, സജി മ്യൂട്ടാണ്.